KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ ഫോൾഡറിൽ നിന്നും എഡിറ്റിംഗിന് വേണ്ട വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ഏകദേശം 15 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇവിടെ നാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എഫക്ട്സിനായി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും കളർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും കളർ ചേഞ്ചർ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്ട് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ഈ വീഡിയോ ക്ലിപ്പിൽ പ്രധാനമായും റെഡ് കളറാണുള്ളത്. ഈ കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ കുറച്ചു ദൂരം സ്വാഭാവികമായ ഈ കളർ തന്നെ നിലനിർത്താം. അതിനായി കർസർ ലെയറിന്റെ വീഡിയോയിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്ട് സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് കൊടുക്കുക. ആനിമേഷൻ സ്പീഡ് ഒന്ന് തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിലെ റെഡ് കളർ തന്നെയാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കളർ മാറ്റേണ്ടതില്ല. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് റെഡ് കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് മാറുക. മറ്റൊരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് കളർ ചേഞ്ച് എഫക്ട് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയുടെ കുറച്ചു ദൂരം ഈ കളർ തന്നെ നിലനിർത്താം. ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിന് കർസർ ഈ മാസ്ക് ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് വെക്കുക. എഫക്ട് സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും മാസ്ക് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫെയ്ഡ് കൊടുക്കുക. ആനിമേഷൻ സ്പീഡ് ഒന്ന് തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിന് പ്രോപ്പർട്ടീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലെ കളറിന് സമാനമായ കളർ സെലക്ട് ചെയ്യുക. ഹ്യൂ, കളർ ഓഫ്സെറ്റ് ഈ രണ്ട് കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് മാറാം. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു കളർ കൂടി ചേഞ്ച് ചെയ്ത് നൽകാം. കർസർ ഈ മാസ്ക് ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്ട് സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ സെലക്ട് ചെയ്യുക. കളർ ചേഞ്ചർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലെ കളറിന് സമാനമായ കളർ സെലക്ട് ചെയ്യുക. ഹ്യൂ, കളർ ഓഫ്സെറ്റ് ഈ രണ്ട് കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് മാറാം. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. വീഡിയോയുടെ അവസാന ഭാഗത്തും അതിന്റെ സ്വാഭാവികമായ കളർ തന്നെയാണ് വരേണ്ടത്. അതിനായി എല്ലാ മാസ്കുകളുടെയും എൻഡിങ് വീഡിയോ ലെയറിന്റെ എൻഡിങ്ങിന് കുറച്ച് അകത്തേക്ക് വെച്ചുകൊണ്ട് ഈ രീതിയിൽ ട്രിം ചെയ്ത് കളയുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ഈ മ്യൂസിക് ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.